കാത്തിരിപ്പ്. ആ വാക്ക് കേൾക്കുമ്പോഴേ ഒരു മടുപ്പല്ലേ? പക്ഷേ ഈ കാത്തിരിപ്പ് വെറുമൊരു ബോറൻ ഏർപ്പാട് മാത്രമല്ല, ചിലപ്പോഴൊക്കെ അതൊരു പവർഫുൾ തന്ത്രം കൂടിയാവാം. അതെ, അധികാരം കാണിക്കാനുള്ളൊരു തന്ത്രം. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു തന്ത്രത്തെക്കുറിച്ചാണ്. അല്ലേ? നമ്മളൊക്കെ എപ്പോഴും കാത്തിരിക്കാറുണ്ടല്ലേ? ചിലപ്പോ ഒരു ബസ്സിനായിട്ടാവാം, അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട ഫോൺ കോളിന് വേണ്ടി. ഇനി അതല്ലെങ്കിൽ ഒരു പരീക്ഷാഫലം അറിയാനുള്ള ഒരു ടെൻഷനടിച്ചുള്ള കാത്തിരിപ്പ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണല്ലേ? പക്ഷേ കഥ മാറുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ കാത്തിരിക്കുന്നതിൽ നിന്ന് മറ്റൊരാള് നമ്മളെ മനഃപൂർവ്വം കാത്തിരിപ്പിക്കുമ്പോഴാണ്. ആ ഒരു നിമിഷം തൊട്ട് അതിന്റെ അർത്ഥം, അതിന്റെ ഒരു ഫീൽ എല്ലാം അങ്ങ് മാറും. അതെ, അവിടെയാണ് ഈ കാത്തിരിപ്പ് ഒരു പവർ പ്ലേ ആയി മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു അധികാരത്തിന്റെ കളിയാണ്. ഇവിടെ ഞാനാണ് വലുത് എന്ന് പറയാതെ പറയാനുള്ള ഒരു മാർഗം. ഈ ഒരു ആശയം കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോയി വരാം. ഒരു പ്രത്യേക സ്ഥലത്തേക്ക്, ഒരു പ്രത്യേക വർഷത്തിലേക്ക്. റേക്യാവിക്, 1972. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. കാത്തിരിപ്പിന്റെ കളി. കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും ഇത് വെറുമൊരു കളിയല്ല. ശീതയുദ്ധകാലത്ത് ലോകം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ചു നോക്കി നിന്ന ഒരു പവർ പ്ലേയുടെ കഥയാണിത്. അപ്പൊ വേദി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലാണ്. നേർക്ക് നേർ വരുന്നത് രണ്ട് ഇതിഹാസങ്ങൾ: അമേരിക്കയുടെ ബോബി ഫിഷറും സോവിയറ്റ് യൂണിയന്റെ ബോറിസ് സ്പാസ്കിയും. ചെസ് ബോർഡിലെ കരുക്കള് മാത്രമല്ല ഫിഷറിന്റെ ആയുധം. അതിനപ്പുറം അദ്ദേഹം മറ്റൊന്നുകൂടി പ്രയോഗിച്ചു. സ്പാസ്കിയുടെ മനസ്സിനെ ഉലയ്ക്കാൻ പോന്ന ഒന്ന്. എന്താണെന്നറിയുമോ ആ ആയുധം? കാത്തിരിപ്പ്. അതെ, ഓരോ നീക്കത്തിലും ഓരോ നിമിഷത്തിലും ഫിഷർ സ്പാസ്കിയെ മനഃപൂർവ്വം കാത്തിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ഫലമെന്തായിരുന്നു എന്നോ? വളരെ വ്യക്തമായിരുന്നു. ആ ഒരു സൈക്കോളജിക്കൽ പ്രഷറിന് മുന്നിൽ സ്പാസ്കിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ബോബി ഫിഷർ ലോക ചാമ്പ്യനായി. അന്ന് അവിടെ ജയിച്ചത് ഫിഷർ മാത്രമല്ല, കാത്തിരിപ്പ് എന്ന തന്ത്രം കൂടിയായിരുന്നു. ഇനി ഈ വലിയ ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി പേഴ്സണൽ ആയ ഒരു അനുഭവത്തിലേക്ക് വരാം. ഇത് തന്റെ ബ്ലോഗായ ടീക.കോമിലൂടെ ശ്രീ ഡി.ആർ. നായർ പങ്കുവച്ച ഒരു കഥയാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോബ് ഇന്റർവ്യൂ. അവിടെ ആ കമ്പനിയുടെ ചെയർമാൻ ബോബി ഫിഷറെപ്പോലെ അതേ തന്ത്രം തന്നെ പയറ്റി. അതെ, മനഃപൂർവമായ കാത്തിരിപ്പ്. എത്ര നേരമെന്നോ? 1.5 മണിക്കൂർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഇന്റർവ്യൂവിനു വേണ്ടി അത്രയും നേരം കാത്തിരിക്കേണ്ടി വന്നാലുള്ള ആ ഒരു മാനസിക സമ്മർദ്ദം ഭയങ്കരമായിരിക്കും അല്ലേ? ആ ഒരു ടെൻഷനിലിരിക്കുമ്പോൾ അറിയാതെ അദ്ദേഹത്തിന്റെ കൈ തട്ടി ഒരു ഷോപീസ് താഴേക്ക്. പക്ഷേ നിലത്ത് വീഴുന്നതിനു മുൻപ് ഒരു മിന്നായം പോലെ അദ്ദേഹം അത് പിടിച്ചെടുത്തു. ആ ഒരു പ്രഷറിലും കൈവിടാത്ത ആ ഒരു മനസ്സാന്നിധ്യം. ഒരുപക്ഷെ അതുതന്നെയാവാം ആ ചെയർമാനെ ഇംപ്രസ് ചെയ്തത്. അവസാനം എന്തുണ്ടായെന്നല്ലേ? അദ്ദേഹത്തിന് ആ ജോലി കിട്ടി. അപ്പോ എന്തുകൊണ്ടാണ് ഈ കാത്തിരിപ്പ് നമ്മളെ ഇത്രയധികം അസ്വസ്ഥരാക്കുന്നത്? അതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, കാത്തിരിക്കുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോവുകയാണ് അല്ലേ? ഇനി എന്ത് സംഭവിക്കും എന്നറിയാത്ത ആ ഒരു അനിശ്ചിതത്വം, അത് നമ്മളെ ശരിക്കും തളർത്തും. പിന്നെ നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ പോവുകയാണല്ലോ എന്നൊരു ഫ്രസ്ട്രേഷൻ വരും. ഇതിനെല്ലാം പുറമെ നമ്മുടെ മനസ്സ് വെറുതെയിരിക്കില്ല. നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും മോശം കാര്യങ്ങൾ ഓരോന്നായി ഓർത്ത് കൂട്ടിക്കൊണ്ടേയിരിക്കും. ശരി, അപ്പോ ഈ ഒരു പവർ പ്ലേയെ നമുക്ക് എങ്ങനെ നേരിടാം? ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ എങ്ങനെ തിരിച്ചു കളി നമ്മുടെ കൺട്രോളിലാക്കാം? നമ്മുടെ മുന്നിൽ ശരിക്കും 2 വഴികളുണ്ട്. ഒന്നുകിൽ നമുക്ക് ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആ കാത്തിരിപ്പിനെ തന്നെ ഒന്ന് മാറ്റി ചിന്തിക്കാം. പുതിയൊരു കാഴ്ചപ്പാടിൽ കാണാൻ ശ്രമിക്കാം. അതായത് അതിനെ ഒന്ന് റീഫ്രെയിം ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ. ആ കാത്തിരിപ്പിനെ നമുക്ക് കിട്ടിയ ഒരു ചെറിയ ബ്രേക്കായിട്ട് കാണാം. നമ്മുടെ ശ്രദ്ധ മാറ്റാൻ എന്തെങ്കിലും ചെയ്യാം. കയ്യിലൊരു പുസ്തകമുണ്ടെങ്കിൽ അത് വായിക്കാം, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കാം. ഇടയ്ക്ക് ദീർഘമായി ഒന്ന് ശ്വാസമെടുത്ത് മനസ്സിനെ ഒന്ന് കൂളാക്കാം. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ ഒരു പവർ പ്ലേക്ക് മുന്നിൽ വെറുതെ കാത്തിരുന്ന് തോറ്റുകൊടുക്കരുത്. അതുപോലെ പിന്മാറി ഓടുകയും വേണ്ട. പകരം ആ സാഹചര്യത്തെ പുതിയൊരു രീതിയിൽ കാണുക, അതിനെ നമ്മുടെ ശക്തിയാക്കി മാറ്റുക. ഇനി ഈ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരാള് മനഃപൂർവ്വം കാത്തിരിപ്പിച്ചിട്ടുണ്ടോ, ഒരു പവർ പ്ലേയുടെ ഭാഗമായിട്ട്? അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നേരിട്ടത്? എന്താണ് നിങ്ങളുടെ ആ കാത്തിരിപ്പിന്റെ കഥ?